കൊല്ലം ഉമിയനെല്ലൂർ മാടച്ചിറക്കുളത്തിൽ മുങ്ങി മരിച്ച ഫർസീൻ, അഹിയാൻ എന്നീ പിഞ്ചോമനകളുടെ വീട്ടിൽ കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സന്ദർശനം നടത്തി. പുതുവർഷത്തിലേക്കുള്ള പുതിയ യൂണിഫോമും കുടയും പുസ്തകങ്ങളും ഒക്കെ തയ്യാറാക്കി സ്കൂൾ തുറപ്പ് കാത്തിരുന്ന പൊന്നുമക്കളുടെ വേർപാട് സഹിക്കാനാവാതെ കഴിയുന്ന രക്ഷകർത്താക്കളുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുകൊണ്ടാണ് ടീം അംഗങ്ങൾ അപകടം നടന്ന സ്ഥലത്തെത്തി നിജസ്ഥിതി നേരിൽ കണ്ടു മനസ്സിലാക്കിയത്. നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ, ഒരു രക്ഷകർത്താവിന്റെ രണ്ട് മക്കൾ ഒരുമിച്ച് മരണത്തിന് അധീനരായ ദിവസമാണ് കഴിഞ്ഞ ദിവസം. ഏറെ വിഷമത്തോടെയാണ് ഞങ്ങൾ ആ വീട്ടിലെത്തുകയും ആ വീട്ടിലെ മെമ്പേഴ്സിനെ എല്ലാം കാണുകയും ഞങ്ങളുടെ വിഷമം അവരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുകയും അവർക്ക് ഒരു മാനസിക പിന്തുണ, ഈ ഒരു കഷ്ടതാവസ്ഥ സഹിക്കുന്നതിന് വേണ്ടി ഒരു മാനസിക പിന്തുണ കൊടുക്കാനും ഞങ്ങൾക്കിപ്പോൾ നിവർത്തിയുള്ളായിരുന്നു. ശേഷം ഞങ്ങൾ ഈ സംഭവ സ്ഥലം വന്ന് കാണുകയും ഏറെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. കാര്യം കുഞ്ഞുങ്ങൾ ഇപ്പം 7 വയസ്സ് 12 വയസ്സുള്ള മക്കളെന്ന് പറഞ്ഞാൽ അവർ വെള്ളം കണ്ടാൽ കളിക്കുന്ന ഒരു പ്രായമാണ്. ആ കുട്ടികൾ ഈ സ്ഥലത്തെത്തിയിട്ട് യാതൊരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു കൈവരി പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെത്തുകയും അവർ ഈ ഒരു അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തതാണ്. നമുക്കിനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതോറിറ്റീസിനെ ഇതൊന്ന് അറിയിപ്പിച്ച് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഇതിന് നേടുക എന്നുള്ളതാണ്. കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം അംഗങ്ങളൊക്കെ ഈ ഒഫീഷ്യൽസിൻ്റെ കൂടെ നിന്ന് ഇതിന് വേണ്ടുന്ന എന്തെങ്കിലും പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തിൻ്റെ തന്നെ ഉദ്ദേശം. തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിലെ കൂടെ തന്നെയാണ്. അതുവരെയുള്ള കൈവരികൾക്ക് നമുക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞുള്ള കുളമാണ്. അതിലാണ് 2 മക്കളുടെ ജീവൻ പോയത്. ആ മാതാപിതാക്കളെ എങ്ങനെ ഇതായി കൊണ്ടുപോകുന്നു? ഇനിയെങ്കിലും ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു സങ്കടം വരരുത്. ആയതിനാൽ എല്ലാ നിയമപാലകരായാലും ഇതിൻ്റെ അധികൃതരായാലും വയനാട് പഞ്ചായത്ത് ആൾക്കാരോടും എല്ലാവരോടും പറയുന്നു, ഇതിന് എത്രയും വേഗം ഒരു കൈവരി കെട്ടി ഒരു സംരക്ഷണം കൊടുക്കണം. അപകടം തുടർച്ചയായിട്ടും കൈവരികൾ ഇല്ലാതെ നിറയെ ആഫ്രിക്കൻ പായൽ മൂടി ഒരു സുരക്ഷയും ഇല്ലാതെ തുടരുന്ന ഈ പ്രദേശത്തെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായുള്ള നടപടികൾ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവത്തർ, വൈസ് പ്രസിഡന്റുമാരായ റോയൽ സമീർ, സക്കീർ ഹുസൈൻ, ട്രഷറർ വിമലാമ്മ, കോർഡിനേറ്റർ സഹദ് എന്നിവർ ചേർന്ന് നിജസ്ഥിതി രേഖപ്പെടുത്തി. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം കുപ്പികളും ബിയർ കുപ്പികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ആ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആകെ അവർക്കുണ്ടായിരുന്ന 2 മക്കൾ. അത് നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. ആ സ്കൂളിൽ പോകാൻ വേണ്ടി ബുക്കും ബാഗും പുതിയ യൂണിഫോമെല്ലാം തയ്പ്പിച്ച് ആ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ കണ്ട രംഗം, ആരെയും ഹൃദയഭേദകമായിട്ടുള്ളൊരു രംഗമാണ് ഇന്ന് ആ വീട്ടിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി ഒരു മക്കൾക്കും ഈ ഒരു ഗതി ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു കൈവരി കെട്ടി ഇതിനൊരു സംരക്ഷണ ഭിത്തി വളരെ വളരെ അത്യാവശ്യമാണ്. അത് ബഹുമാനപ്പെട്ട MLA നൗഷാദ് MLA മുൻകൈ എടുത്ത് തന്നെ ഇവിടെ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.